വലിയ മുതിർന്ന ആളുകളാണെങ്കിലും ഇനിയും നമുക്ക് നാളുകളുണ്ട് ജീവിക്കാൻ എന്നുള്ളത് കൊണ്ടാണല്ലോ ഇന്ന് നമ്മളിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. അതുകൊണ്ട് നാളെ അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എനിക്കിനിയും ഒരുപാട് കാലമുണ്ട്, അതുകൊണ്ട് ഒരുപാട് ചെയ്യാൻ എനിക്ക് ഉണ്ട് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് തന്നെ നീട്ടിക്കിട്ടും. നേരെ തിരിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് എങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് തന്നെ ചുരുക്കാൻ പറ്റും. കാരണം നമ്മുടെ മനസ്സാണ് നമ്മളെക്കാൾ മുന്നേക്ക് നടക്കുന്നത്. നമ്മുടെ മനസ്സ് ഏറ്റവും പോസിറ്റീവാണെങ്കിൽ ഇന്ന നഫ്സല അമ്മാറത്തിൻ ബിസൂ എന്നാണല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഒറ്റക്കൊരു വഴിക്ക് കൂടെ അങ്ങനെ പോവാം, ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം, ആരുമില്ല ചുറ്റും. ഒരു 2000 രൂപയുടെ നോട്ട് താഴെ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ആ നോട്ടിലേക്ക് നോക്കി, പിന്നെ നമ്മൾ എങ്ങോട്ടാ നോക്കാം? ആദ്യം നമ്മൾ ആ നോട്ട് കണ്ടു, വീണ് കിടക്കുന്ന സാധനം ആദ്യം നമ്മൾ കണ്ടു, പിന്നെ നമ്മൾ എങ്ങോട്ടാ നോക്കുക? ചുറ്റും നോക്കും. എന്തിനാ ഇപ്പോൾ ഈ ചുറ്റും നോക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരെങ്കിലും കാണുന്നുണ്ടോന്നാ? ആരെങ്കിലും കണ്ടാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മുടെ മൈൻഡ് ആദ്യം പറഞ്ഞ സാധനം എന്താണെന്നറിയോ? ഇന്ന നഫ്സല അമ്മാറത്തിൻ ബിസൂ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു രസം ഇവിടെയാണുള്ളത്. മൈൻഡിൽ ഏറ്റവും ആദ്യം വരെ നെഗറ്റീവായിട്ട് നിൽക്കാനാണ് നമുക്ക് ഏറ്റവും സുഖം. അതിനെ പോസിറ്റീവാക്കി മാറ്റാനാണ് പ്രയാസം. ആദ്യം ആ 2000 രൂപ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് അത് എടുക്കണം എന്നാണ്. അതുകൊണ്ട് നമ്മൾ ചുറ്റും നോക്കി, ആരെങ്കിലും കാണുന്നുണ്ടോ? കണ്ടാൽ എന്താ കുഴപ്പം? ഒന്നുമില്ല. പിന്നീടാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ബോധം, നമ്മുടെ വിവേകം, നമ്മുടെ സംസ്കാരം ഒന്നും നമ്മളെ സമ്മതിക്കില്ല. അവസാനം ആ സാധനം എടുത്തു നമ്മൾ തൊട്ടപ്പുറത്തെ കടയിൽ കൊണ്ടേ കൊടുക്കും. അവിടുന്ന് കിട്ടിയ സാധനമാണ്, ആരുടെയെന്ന് വെച്ചാൽ കൊടുക്കാം. അത് വർക്ക് ചെയ്ത വിവേകമാണ്, സംസ്കാരമാണ്, കൾച്ചറാണ്. പക്ഷെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വന്ന സാധനം എന്താണെന്ന് ആലോചിച്ച് നോക്കി, നെഗറ്റീവായിരിക്കും. കാരണം മനുഷ്യന്മാർക്ക് ഏറ്റവും വലിയ പ്രത്യേകത, ചെയ്യരുത് എന്ന് പറഞ്ഞ സാധനം ചെയ്യാനാണ് കൂടുതൽ ത്വര ഉള്ളത്. ആ മരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആ മരത്തിലേക്ക് പോയത്. ആലോചിച്ച് നോക്ക്. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന ബോർഡുള്ള സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിട്ടോ, ആ പരിസരത്ത് ഏറ്റവും മാലിന്യം ഉണ്ടാകുക അവിടെ ആയിരിക്കും. ഇവിടെ മൂത്രമൊഴിക്കരുത്, മൂത്രമൊഴിക്കണതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന ആ ബോർഡ് കാണുമ്പോഴായിരിക്കും. എന്താണോ ചെയ്യരുത് എന്ന് പറഞ്ഞത് അതേറ്റവും മനോഹരമായി ചെയ്യാനാണ് നമുക്ക് താല്പര്യം. ചെയ്യരുത് എന്ന് നമ്മുടെ കുട്ടികളോടോ നമ്മളോടോ പറയണതിന് പകരം ചെയ്യാവുന്നത് എന്താണ് അത് പറഞ്ഞു കൊടുത്താൽ മതി. പലപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ ചെന്ന് നോക്കിയാൽ, ആരെയും ഞാൻ കുറ്റം പറയില്ല കേട്ടോ, നമ്മളെല്ലാവരും പള്ളിയിൽ പോകുന്ന ആളുകളാണ്. പള്ളികളിലൊക്കെ ചെന്ന് നോക്കിയാൽ ബോർഡ് കാണും, ഒക്കെ ചെയ്യേണ്ടെന്നില്ലാത്ത ബോർഡായിരിക്കും. ഇവിടെ ചാരി ഇരിക്കരുത്, ഇങ്ങോട്ട് തുപ്പരുത്. നമ്മൾ തുപ്പാനൊക്കെ ആലോചിക്കന്നെ ആ ബോർഡൊക്കെ കാണുമ്പോഴായിരിക്കും. നേരെ മറിച്ച് ഒരു ബോർഡും ഇല്ലാത്തൊരു പള്ളിയിൽ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, കുറേ ആൾക്കാരെ ചെരുപ്പും കൂടെ ചവിട്ടിയിട്ടാണ് നമ്മളെ ചെരുപ്പുമൊക്കെ എത്തുക. ഇതേ അവസ്ഥ തന്നെയാണ് ബാക്കിയുള്ള അഭിമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ മൈൻഡിൻ്റെ ഉള്ളിലുള്ളത്. ബാക്കി ആരെ അഭിമാനത്തിനും ചിലപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ അഭിമാനത്തിനും തൊട്ട് നോക്കണം, അതോടുകൂടി ഇവരെ അറിയും. അതോടുകൂടി ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം അഭിമാനത്തിൽ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയൊന്നുമല്ല. ഇവിടെ ഭാര്യക്കും ഭർത്താവിനും ഈവൻ 2 വയസ്സായ നമ്മുടെ കുട്ടിക്ക് പോലും അഭിമാനമുണ്ട്. അധ്യാപകന് എച്ചമ്മിൻ്റെ ഭാര്യയും ഒരു കുട്ടിയുടെ വീട്ടിൽ വന്നു എച്ചമ്മിൻ്റെ ഭാര്യയും. എന്നിട്ട് സാധനങ്ങളൊക്കെ വിളമ്പി വെച്ചു. ഉമ്മയൊക്കെ ഭയങ്കര രസത്തിൽ ഇങ്ങനെ സംസാരിക്കുക. ഉമ്മാക്ക് പറ്റാവുന്ന ഏറ്റവും ഡീസൻറ്റ് ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ സുഖമല്ലേ, എന്തൊക്കെയാണ് വർത്താനം എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാം. മക്കൾ തനി കച്ചറേ. ഒരു കുട്ടി വന്നിട്ട് മിച്ചറിൻ്റെ ബോക്സിൽ നിന്ന് നമ്മുടെ പാത്രത്തിൽ നിന്ന് ഒരൊറ്റ പുടിയൊരു വാരിയിട്ട് പോക്കറ്റിലിട്ടൊരു ഒറ്റ പാച്ചില. അതോടുകൂടി ആ അഭിമാനത്തിനാണ് അടി കൊണ്ടത്. എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ ഇപ്പാൻ്റെയും വക ഒരു ഒഴിഞ്ഞെടുക്കലുണ്ടാവും. സാരല്ല കേട്ടോ മോനെ, എന്താ അതുകൊണ്ടൊരു കാര്യം എന്ന് ആലോചിച്ച് നോക്കി. നല്ലോണം കിട്ടാൻ അടി കിട്ടിക്കഴിഞ്ഞിട്ട് കുട്ടി ഉറങ്ങുമ്പോൾ ഉണ്ടാവും ചിലപ്പോൾ തുടമ്പലൊക്കെ നമ്മളൊരു തടവി കൊടുക്കൽ. ഒരു കാര്യവും അതുകൊണ്ടില്ല. കുട്ടി ഉറങ്ങുക, കുട്ടി അറിയണമെന്നല്ല നിങ്ങളിവിടെ തടവി കൊടുത്തിക്കണം. മിനിമം അത് കുട്ടി അറിയെങ്കിലും വേണം. ആ സ്നേഹപ്രകടനമെങ്കിലും കുട്ടി അറിയണം. ഒരു സൈക്കോളജിസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കേണ്ട ഇടയിൽ ഒരു രക്ഷിതാവ് എണീറ്റു, സർ അപ്പം നിങ്ങൾ പറയണത് എന്താ, കുട്ടികളെ തീരെ അടിക്കരുത് എന്നാ? ആ ട്രെയിനർ ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ പറയണില്ല. കുട്ടി കൊള്ളേണ്ട അടിയാണെങ്കിൽ കുട്ടി കൊണ്ടോട്ടെ, പക്ഷേ നിങ്ങളുടെ വികാരം ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അടിക്കണത് എങ്കിൽ ആ കുട്ടി ആ അടി കൊള്ളേണ്ടതല്ല. നിങ്ങൾക്ക് ദേഷ്യം, മിക്കവാറും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 80% അടിയും നമ്മുടെ ദേഷ്യം കൊണ്ട് സംഭവിക്കണമായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടിയില്ലെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഒരടിയാണ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, പിന്നെ നമുക്ക് തോന്നും വേണ്ടിയില്ലേനും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ അടി കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അവിടെയാണ് പ്രധാനം. അടിച്ചുകൊണ്ടൊന്നും ഒരു കുട്ടിനെയും നമുക്ക് നന്നാക്കാൻ പറ്റൂല. അടി കിട്ടാൻ പറ്റിയ 2 അടി രക്ഷിതാക്കളുടെ അടുത്തുനിന്നുള്ള അടിയും അധ്യാപകരുടെ അടുത്തുള്ള അടിയാണ്. അത് കുട്ടികൾ കൊണ്ടോട്ടെ എന്ന് വെച്ചാൽ മതി.
സ്കൂളിലേക്കൊക്കെ ചില അധ്യാപകർ, ചില രക്ഷിതാക്കൾ കയറി വരും. പിന്നെ മറ്റേ മാഷുണ്ട് അവിടെ. ഏതാ മറ്റേ മാഷ്? ആ മറ്റേ മലയാളം പഠിപ്പിക്കണേ. എന്തേ എച്ചമ്മ ഇങ്ങനെ ഒന്ന് സൗമ്യനാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്തേ സംഭവം, പ്രശ്നം എന്താ? ഒന്നുമില്ല, ഇന്നലെ എൻ്റെ കുട്ടീനെ മണ്ടൊക്കെ അയാൾ അടിച്ചിക്കണെന്നാ പറഞ്ഞു. എന്താ സംഭവം എന്ന് ചിലപ്പോൾ മുമ്പ് അന്വേഷിക്കണ്ടാവില്ല. ഞാൻ വിളിക്കാം, നിങ്ങളൊന്ന് ഇടിക്കുക. അടങ്ങിയിരിക്കാനൊന്നും എനിക്ക് ഒഴിവില്ല. ഭയങ്കര ഷോ ആണ് അവിടെ, ഓഫീസിൽ ഭയങ്കര ഷോ ആണ്. അപ്പം എന്നെ മാഷ വിളിച്ചു കൊണ്ടുവരണം. ഓരോ രക്ഷിതാക്കൾ ഭയങ്കര ചൂടിലാണ് വരിക. കാരണം കുട്ടികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അടി കിട്ടാത്ത പോലെ ആരെങ്കിലും ഉണ്ടോയെന്ന് ആലോചിച്ച് നോക്കി. ഈ പറയണ എനിക്ക് വരെ അടി കിട്ടിയിട്ടുണ്ട്, നല്ല കിട്ടിയിട്ടുണ്ട്. നല്ല ബാക്കിൽ തന്നെ നല്ലോണം നല്ല അടി കിട്ടിയിട്ട് നമ്മളൊക്കെ വളർന്ന്. ഈ അടി കിട്ടിയോണ്ട് എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഉണ്ടോയെന്ന് ആലോചിച്ച് നോക്കി. കൊള്ളാൻ പറ്റിയ 2 അടി, ഒന്ന് രക്ഷിതാക്കളുടെ അടിയും 2 എന്താ പറയുക ടീച്ചേഴ്സിൻ്റെ അടിയാണ്. കൊള്ളാൻ പറ്റാത്ത 2 അടിയുണ്ട്, നാട്ടുകാരുടെ അടിയും പോലീസുകാരുടെ അടിയും. ഈ അടി ഭാവിയിൽ കിട്ടാതിരിക്കാനാണ് ഇവർ 2 പേരും അടി കൊള്ളാൻ നല്ലത്. കൊള്ളാൻ നല്ല അടി ഏതാണ്? അപ്പോൾ രക്ഷിതാക്കളുടെ അടിയും ടീച്ചേഴ്സിന്. അത് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഭയങ്കര വൈകാരികമായിട്ടാണ് ഓരോ സംഗതിയും കുട്ടിനെ ഏറ്റെടുക്കുക. ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ആ മണ്ടക്ക് കിട്ടിയെന്നുള്ളത് ചിലപ്പോൾ ആ രക്ഷിതാവ് അന്വേഷിച്ചിട്ടേ ഉണ്ടാവില്ല. കുട്ടിക്ക് അടി കൊണ്ടോ, ഇൻ്റെ കുട്ടിനെ അടിക്കാൻ ഓൻ ആരാ? ഇതാണ് ആറ്റിറ്റ്യൂഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ കുട്ടി തെറ്റ് ചെയ്താൽ പോലും പിന്നെ അധ്യാപകൻ ആ കുട്ടിനെ എന്തെങ്കിലും പറയോ? ആരാണ് സംഭവിച്ചത്? ഇവനാണ് സർ. ഒന്നുമില്ല മോനെ, പോയിക്കോ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അധ്യാപകനും എന്താണ്, സ്വന്തം കുടുംബവും ജോലിയൊക്കെ പ്രധാനപ്പെട്ട സംഗതി തന്നെ. കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. രക്ഷിതാവിൻ്റെ അധ്യാപകർക്കെതിരെ ഒരു കേസ് പോയി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ അന്ന് മൂപ്പര അറസ്റ്റിലാവും. അതോടുകൂടി മൂപ്പര പണിയും തീരും. ഈ കുട്ടികൾക്ക് വരെ അറിയാം ഈ നിയമം ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, വടിയെടുക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല എന്നൊക്കെ. കിട്ടേണ്ടതാണ് എങ്കിൽ, ശിക്ഷ കിട്ടേണ്ടതാണ് എങ്കിൽ ശിക്ഷിക്കണം, നല്ലതാണ്. പക്ഷേ നമ്മുടെ വികാരത്തെ ക്ഷമിപ്പിക്കാനാണ് അതെങ്കിൽ അത് നല്ലതല്ല എന്ന് മാത്രമേ ഞാൻ പറയൂ. അതുകൊണ്ട് നമ്മുടെ മക്കളാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റിയാൽ, നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവിടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. ഉള്ളതിൽ സന്തോഷിക്കാൻ നമുക്ക് പറ്റും. ഈഗോ ഒന്ന് ലെവല് കുറച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വീട്ടിൽ പുറമെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അപ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് ഭാര്യൻ്റെ വിളി. പിന്നെ ഇവിടെ കുട്ടികൾ കച്ചറ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുന്നുണ്ടോ മനുഷ്യ എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ കൺട്രോളെ പോകും. പിന്നെ ഭാര്യനോട് നമുക്ക് എന്താ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് ഫോം വെച്ചിട്ടുണ്ടാവും. പിന്നീട് ആലോചിക്കുക, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഓളെ മുഖത്തൊരു കനം. എന്താ സംഭവം? ഇയാളിത് മറന്നിട്ട് തന്നെ ഉണ്ടാവും. ഇയാളപ്പോൾ ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയിട്ടേക്കാരം. പക്ഷേ ഇയാളത് ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും. ഇങ്ങനെ തുടങ്ങി നമ്മൾക്കിടയിൽ ഏറ്റവും രസകരമായിട്ട് എന്താ പറയുക നിൽക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യയുടെ പ്രകൃതം ഞാൻ അറിഞ്ഞാൽ മതി. എൻ്റെ ഉപ്പയുടെ പ്രകൃതം, എൻ്റെ അമ്മോശങ്കാക്കാൻ്റെ പ്രകൃതം ഇതാണ്, എൻ്റെ അമ്മായിമ്മ ഇതേ പറയൂ, അതങ്ങനെയാണ് എന്ന് തീരുമാനിച്ചാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും. ബാക്കി നമ്മളെ ഹാൻഡിൽ ചെയ്താൽ മതി. നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ, വേറെ ആരെയും മാറ്റിയെടുക്കാൻ പറ്റില്ല. എൻ്റെ സംസാരം കേട്ട് നിങ്ങൾ ആരെയും മാറ്റിയെടുക്കാം എന്നതിന് എനിക്കൊരു വ്യാമോഹമില്ല. പകരം എനിക്കെന്നെ പലതിലും മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ മാത്രം മതി. അങ്ങനെ ഒരു മാറ്റത്തിന് മാത്രമേ നമുക്ക് ഏറ്റവും രസകരമായ ഒരു എൻഡ് കൊടുക്കാൻ പറ്റൂ. സന്തോഷത്തോടു കൂടി ഒരു ദിവസം കടന്നുറങ്ങണമെങ്കിൽ ഞാൻ ഇന്ന് ആരോടും തർക്കിച്ചിട്ടില്ല, ആരോടും ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തീരുമാനിച്ച് നമുക്ക് കടന്നുറങ്ങാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ പെരുമാറ്റത്തെ ഫ്ലെക്സിബിളാക്കാൻ നമുക്ക് പറ്റിയാൽ കുടുംബത്തിലൊരു വിധം സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റും.